വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നു. വിഷ്ണു, ഇതുമായി ബന്ധപ്പെട്ട് സിപിഐഎം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നിരവധി രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ അടക്കം സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകാത്തതിലും വലിയ തോതിലുള്ള പ്രതിഷേധം വരുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായ ഒരു വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നു. കാവ്യ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിന്റെ ഒരു പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പരിശോധിക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു മുസ്ലിം വിരുദ്ധ പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതിനെതിരെ CPIM, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതി നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ട് പോലും ഈ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് പ്രധാനമന്ത്രിയും സ്വീകരിക്കുന്നത്. ഇന്ന് രാജസ്ഥാനിലെ ടോങ്കിൽ നടത്തിയ റാലിയിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒരു മുസ്ലിം വിരുദ്ധ പരാമർശമുണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് സർക്കാർ മറ്റ് വിഭാഗങ്ങളുടെ, അതായത് പിന്നാക്ക, ആദിവാസി, ദളിത് വിഭാഗങ്ങൾക്കുള്ള സംവരണം അത് നിയന്ത്രിക്കുകയും അവർക്കുള്ള സംവരണം മുസ്ലിം വിഭാഗത്തിന് നൽകുകയും ചെയ്തു എന്നൊരു പരാമർശമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. കാവ്യ. ശരി, വിഷ്ണു തലവൂരാണ് ഈ രണ്ട് വാർത്തകളിലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്നും നൽകിയത്.